Hello everyone, welcome back to my channel. So today's video is all about cooking. So ഇന്ന് ഞാൻ കുറച്ച് കുക്കിംഗ് പരീക്ഷണങ്ങൾ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പം gonna make fried rice. ഞാൻ ഇന്ന് വരെ മേക്ക് ചെയ്തിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ചിക്കൻ കറി എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ കുറേ പ്രാവശ്യം വെച്ചിട്ടുള്ളതാണ്. ഫ്രൈഡ് റൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. Chicken curry is almost getting ready. കുറച്ച് ഗ്രേവി കുറച്ചെടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് കുറച്ചേരം അടച്ചു വെക്കാം. നല്ല ഇങ്ങനെ താത്തി വെക്കട്ടെ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സൈക്കോത്തരമുണ്ട്. എൻ്റെ എല്ലാ പീസസും വെള്ളത്തിൽ ഇങ്ങനെ മേജായി കിടക്കുന്നതാണാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. Okay, now let's close the lid. So നമുക്കിനി ഒരു 10 minutes വെയിറ്റ് ചെയ്യാം. 10 minutes നമുക്കൊരു കുക്കിംഗ് ടൈം കൊടുക്കാം. ലിഡൊക്കെ വെച്ച് അടച്ച് സെറ്റാക്കി വെച്ചേക്കുക. കുഴപ്പമില്ലെന്ന് തോന്നും. നോക്കാം. മീൻവൈൽ നമ്മൾ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി റൈസ് സെറ്റാക്കി വെച്ചേക്കുക. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കാണാം. അതിന് മുന്നേ നമുക്ക് ചിക്കൻ കറി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ അടച്ചു വെച്ചപ്പം വെള്ളം ഭയങ്കരമായിട്ട് കൂടിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു തുറന്ന് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം കുറേ വെള്ളം പൊക്കോളുമല്ലോ, എനിക്ക് ഗ്രേവി വലുതായിട്ട് വേണ്ട. നോക്കാം എന്തൊക്കെയാവും. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നല്ലേ. ചിക്കൻ കറി ഈസ് റെഡി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എന്ന് ടേസ്റ്റ് ചെയ്യാം. പക്ഷെ എന്തായാലും ഫ്രൈഡ് റൈസ് കൂടെ റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഞാൻ ഉരുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മ. ഉരുളിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. എനിക്ക് രണ്ടും കൂടെ പറ്റുന്നില്ല. ലെറ്റ് മീ ട്രൈ ടു അഡ്ജസ്റ്റ്. കാണാൻ പറ്റുമല്ലേ? ഓക്കെ, കാണാം. പക്ഷെ ഞാൻ ചെയ്യുന്ന കാണാൻ പറ്റില്ലല്ലോ അല്ലേ? വിട്ടേക്കാം. ഓക്കെ, അപ്പോഴും എന്നെ നിങ്ങൾ കാണുന്നില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. അത് നമ്മുടെ പെപ്പർ, ഗാർലിക്, ബട്ടർ, പിന്നെന്തായിരുന്നു, പിന്നെ കുറച്ച് ചില്ലി സോസ് ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ സോട്ട് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് റൈസ് കൊടുക്കാം. സോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗായത്രി പിക്ക് ചെയ്യാൻ പോവാണ്. അവളിപ്പോൾ വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. വന്നിട്ട് അവൾ ഫുഡ് കഴിക്കുന്ന റിയാക്ഷനൊക്കെ ഞാൻ കാണിക്കാം. അതിന് വേണ്ടിയിട്ടാണ് വലിയ കാര്യത്തിൽ ഫുഡ് ഉണ്ടാക്കിയത്. വലിയ റിയാക്ഷൻ വന്നില്ലെങ്കിലും പൈസ കൊടുത്ത് റിയാക്ഷൻ ഉണ്ടാക്കണം.
കൊള്ളാവോ? നല്ല കഴിച്ചിട്ട് എരിവുണ്ടെന്നേ ഉള്ളൂ. കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താ ചേച്ചി കണ്ണ് എടുത്തു അതുകൊണ്ടാ. കണ്ണ് പറയുന്നുണ്ട്. കണ്ണൊന്നും അറിയുന്നൊന്നുമില്ല. നല്ലതായിരുന്നു ശരിക്കും. നല്ല പക്ഷെ അത് കുറെ എടുത്തു പോയി. എരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തെടുക്കാൻ പോവാന്ന് പറ. സിനിമ കാണാൻ പോവാം. സോ ബൈ ദിസ് നമുക്ക് ഈ വ്ലോഗ് എൻഡ് ചെയ്യാം അല്ലേ? പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലായിരുന്നു. ഞാൻ ഈ വ്ലോഗ് കുറച്ചുകൂടെ നീട്ടണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ നാളെ ഒരു യൂഷ്വൽ ഡേ ആണ്, മൺഡേ ഓഫീസ് കോളേജ്, അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് എൻഡ് ചെയ്യാം. ഇന്നത്തെ വ്ലോഗ് എന്തായിരുന്നു? ഞാൻ കുക്ക് ചെയ്തായിരുന്നു. കുക്കിംഗ് കിട്ടിയത് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ കാണിക്കാം. അതിന്റെ കൂട്ടത്തില് ഇതിന്റെ ഇടയിൽ എന്റെ കൈ മുറിഞ്ഞു. എന്ന് വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചാലും എപ്പോ വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചാലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ പൊള്ളിയായിരുന്നു നേരത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൊള്ളി. നേരത്തെ അത് ശരിയായി. കണ്ടിട്ടില്ലാത്തവർ നമ്മൾ തന്നെയാണത്. അതെ, ഇപ്പതേ നൈഫ് വന്ന് നേരെ എന്റെ കയ്യിലോട്ട് വീണു. ഇപ്പൊ 2 വിരലിലൂടെ ഒരുമിച്ചൊക്കെ വീണു എന്നാണ് സംഭവിച്ചത്. ഇത് കുക്ക് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് നമ്മുടെ കോണ്ടന്റ് ആയിരുന്നു. ശരിയാ, കുക്ക് ചെയ്യുമ്പോഴായിരുന്നെങ്കിൽ എനിക്ക് സങ്കടം ഇല്ലായിരുന്നു. പക്ഷെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ സാധനം എടുത്ത് മാറ്റി വെച്ചപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതെ, അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. നമുക്ക് വേറൊരു വ്ളോഗ് നോക്കട്ടെ നാളത്തേക്ക്. വി കൻ മേക്ക് എ ന്യൂ വ്ളോഗ് വിത്ത് സം ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല.